ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലാണ്. നമ്മളുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും സീനിയർ കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യനുമായ ഡോക്ടർ വിവേക് ആർ ഉണ്ട്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും സിനിമകളിലൊക്കെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് എന്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? അപ്പോൾ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സിനോണിം മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം എന്നാണ്. ഹൃദയാഘാതമല്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രാഥമിക വ്യത്യാസം. ഹൃദയാഘാതമല്ല, ഹൃദയസ്തംഭനം. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം. എന്താണ് ഈ ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും തമ്മിലുള്ള വ്യത്യാസം? ഹൃദയാഘാതത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് കോമൺ മാൻ പറയും. ടെക്നിക്കലി അല്ലെങ്കിൽ മെഡിക്കലി നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയും, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയും. ഹൃദയാഘാതം. ഓക്കെ, ഈ ഹൃദയാഘാതമാണോ ഹൃദയസ്തംഭനം? അല്ല. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ ഹൃദയം സ്തംഭിച്ചു, ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ്. ഓക്കെ, അതിന് 100,000 കാരണങ്ങളുണ്ട്. ആ 100,000 കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹൃദയാഘാതം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒന്നുമല്ല. ഹൃദയസ്തംഭനം ഏറ്റവും അവസാന മരണത്തിന് മുന്നിലേക്കുള്ള ഏറ്റവും അവസാനത്തെ അവസ്ഥയാണ് ഹൃദയസ്തംഭനം. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒരു കാരണമാണ് ഹൃദയാഘാതം. ഓക്കെ, മനസ്സിലായല്ലോ? പക്ഷാഘാതം പോലെ, പൊട്ടാസ്യം കൂടുന്നത് പോലെ, കിഡ്നി ഫെയിലർ പോലെ ഒരു കണ്ടീഷനാണ് ഹൃദയാഘാതം. അപ്പോൾ ആ പലരും ഹൃദയസ്തംഭനത്തിന് ഹൃദയാഘാതം എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രാഥമിക വ്യവസ്ഥ. ഇനി എന്താണ് ഹൃദയസ്തംഭനം? ഇങ്ങനെ പറയാം, നമ്മുടെ ജീവൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ജനനം, അല്ലേ? അവസാനം മരണം. ഓക്കെ, മരിച്ചു കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ നമുക്ക് റെസിസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മരണത്തെ നമുക്ക് ടെർമിനൽ ഇവൻറ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ടെർമിനൽ ഇവൻ്റ് തൊട്ടു മുമ്പ് നടക്കുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയും. ഓക്കെ, കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ, റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ ശ്വാസ സംബന്ധമായ. ഇവ രണ്ടും ഇണചേർന്നിരിക്കുന്ന രീതിയിലാണ്. രണ്ട് ശ്വാസകോശത്തിൻ്റെ ഇടയ്ക്കാണ് ഹൃദയം. അപ്പോൾ എപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായാലും ശ്വസനസ്തംഭനവും കൂടെ ഉണ്ടാവും. എപ്പോൾ ശ്വസനസ്തംഭനം ഉണ്ടായാൽ ഹൃദയസ്തംഭനവും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനൂടെ ചേർത്ത് നമ്മൾ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയും. ഓക്കെ, അത്ര പേരെ മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഹൃദയസ്തംഭനം എന്ന് നമ്മൾ വെറുതെ പറയുന്നത് കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റിനെ ചുരുക്കി പറയുന്നതാണ് കാർഡിയാക് അറസ്റ്റ് എന്ന്. ഓക്കെ, ഇനി ഇതെന്താണ് എന്നാണ് സംഭവിക്കുന്നത്? ഈ മരണമെന്ന് പറയുന്നത് ടെർമിനൽ ഇവൻ്റ് ആണെങ്കിൽ ആ പ്രീ ടെർമിനൽ ഇവൻ്റ് തൊട്ട് മുമ്പ് നടക്കുന്ന അവസ്ഥയാണ് കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്ത് രോഗിയെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രീ ടെർമിനൽ ഇവൻ്റ് ആയ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റിൽ നമ്മൾ ഇടപെടണം. എങ്ങനെ ഇടപെടണം? അത്രത്തോളം എഫക്റ്റീവായിട്ട് ഇടപെടണം. ആ ഇടപെടലിന് പറയുന്ന പേരാണ് കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, അല്ലെങ്കിൽ ചുരുക്കപ്പോയി പേരിൽ അറിയപ്പെടും CPR. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് വരാം, എന്താണ് കാർഡിയാക് അറസ്റ്റ്? ഓക്കെ, കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ ടെർമിനൽ ഇവൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സുനിശ്ചിതമായിട്ടും മരണം സംഭവിക്കും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. ഈ ഹൃദയസ്തംഭനത്തിനകത്ത് ഹൃദയത്തിനൊരു താളമുണ്ട്, ഒരു വേഗതയുണ്ട്, അല്ലേ? ഹൃദയം തുടിക്കുന്നത് ഒരു പ്രത്യേക താളത്തിലും ഒരു പ്രത്യേക വേഗത്തിലുമാണ്, അല്ലേ? ആ ഹൃദയം പെട്ടെന്ന് നിശ്ചലാവസ്ഥ, സ്തംഭനാവസ്ഥയിലോട്ട് പോകുമ്പോൾ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൃദയസ്തംഭനം. ഓക്കെ, ഒരു പ്രത്യേക താളത്തിലും വേഗത്തിലും തുടിച്ചുകൊണ്ട് ശുദ്ധരക്തത്തെ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഹൃദയം ആ അവസ്ഥയ്ക്ക് പറ്റുന്നില്ല, ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ശുദ്ധരക്തത്തെ പമ്പ് ചെയ്യാൻ. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൃദയസ്തംഭനം. അപ്പം നമ്മുടെ ശരീരത്തിലെ തലച്ചോറ് ഉൾപ്പെടെ ആപാതചൂടം, കിഡ്നി, ഹാർട്ട്, ലങ്സ്, ഇതിനൊന്നും ശുദ്ധരക്തം കിട്ടുന്നില്ല. ശുദ്ധരക്തം പറഞ്ഞ് പ്രാണവായുവായ ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ പ്രാണവായുവായ ഓക്സിജൻ സപ്ലൈ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ കോശങ്ങൾ എന്ത് പറ്റും? കോശങ്ങൾ മരിക്കും, തലച്ചോറ് മരിക്കും, ഹാർട്ട് മരിക്കും, കിഡ്നി പോവും. ഇതാണ് കാർഡിയാക് അറസ്റ്റ്. അപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ എയ്ഡ് വേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പം എന്തുമാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ സമയം എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്? യെസ്, ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആസ്പെക്ട് ഈസ് ഓൺലി വൺ തിങ്, ദാറ്റ് ഈസ് ടൈം. ടൈം ഈസ് ലൈഫ്, ലൈഫ് ഈസ് ടൈം. ഈ വാക്ക് ഏറ്റവും ആപ്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടീഷൻ ലോകത്തുള്ളത്
കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിലാണ്. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, ഡു ഇറ്റ് ദെൻ ആൻഡ് ദെയർ ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് മാനർ. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഡു നത്തിങ്, സേവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എഫക്റ്റീവായിട്ടല്ല ചെയ്യുന്നെങ്കിലും നമ്മൾ വെറുതെ ചെയ്തുകൊണ്ട് കാര്യവുമില്ല. അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് CPR കൊടുക്കുക, അതും ടൈമിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ CPRൻ്റെ ഇമ്പോർട്ടൻസ്, കാർഡിയോ റെസ്പിറേറ്ററി പൾമണറി റെസിസ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. അണ്ടർസ്റ്റാൻഡ്. ഇനി ഇതിൻ്റെ ടൈം എന്നിങ്ങനെ ഈ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം, അല്ലേ? ഒരാളെ ജനിപ്പിക്കാനും നമുക്ക് കഴിയില്ല, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഏത് അമ്പലത്തിലോ പള്ളിയിലോ ഇടുന്ന ഏത് നേർച്ചയെക്കാട്ടിലും വലിയ പുണ്യമാണ് CPR ചെയ്ത് ഒരാളെ രക്ഷപ്പെടുത്തുക. രക്ഷപ്പെടത്തില്ലെങ്കിലും അത് ചെയ്യുക എന്നുള്ള മനസ്സാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഡിക്റ്റം, ഒരു ചൊല്ല്. ഞാൻ ആരോടും പറയുന്നൊരു കാര്യം അതാണ്. ഇപ്പം ഇൻ കേസ് ഇപ്പോൾ പറഞ്ഞ മതി CPR തന്നെ ആയിരിക്കണം ഒരു ഓപ്ഷൻ. ലൈക്ക് വീടുകളിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്, എങ്ങനെയാണ് നമുക്കിതൊന്ന് തിരിച്ചറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇന്ന് ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്. എല്ലാ ഡോക്ടർമാരും എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുമാരും ഈവൻ വർക്ക് ചെയ്യുന്ന അറ്റൻഡർമാരുൾപ്പെടെ എല്ലാവരും CPR അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ നമ്മുടെയൊക്കെ സാധാരണക്കാരൻ ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരാൾക്ക് പെട്ടെന്നൊരു ഹൃദയസ്തംഭനം വന്നാൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവരെയുള്ള സമയം എന്ത് വിലപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ എന്താണ് വേണ്ടത്? വീടുകളിൽ തന്നെ, ഏത് വീടുകളിലോ സിനിമാ തിയേറ്ററിലോ പാർക്കിലോ എവിടെയും ആവട്ടെ, ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടായാൽ അത് പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ CPR ചെയ്യുക. അതിന് പറയുന്ന പേര് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ്. പ്രാഥമിക ജീവൻ രക്ഷാ പ്രവർത്തനം നമുക്ക് ചെയ്തുകൊണ്ട് വേണം ഹോസ്പിറ്റലിലെത്താൻ. ഇല്ലെങ്കിൽ ആ ടൈം ഗ്യാപ്പിൽ ശരീരത്തിൽ ഓക്സിജൻ കിട്ടാതെ പല അവയവങ്ങളും മോശാവസ്ഥയിലേക്ക് പോകും, മരണത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ റെസിസ്റ്റേറ്റ് ചെയ്താലും ഒരു പക്ഷേ ഹൈപ്പോക്സിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ തലച്ചോറിന് പെർമനൻറ്റ് ഡാമേജ് ഉണ്ടായി പോകും. അതേസമയം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഇപ്പോൾ പാർക്കിൽ വെച്ചാണ് എല്ലാവരും കൂടി ഇരിക്കുക, പെട്ടെന്ന് ഗൃഹനാഥൻ കുഴഞ്ഞു വീണു, അവിടെ വെച്ച് തന്നെ CPR ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിസ്റ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തെ വെളിയിലെടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ഉൾപ്പെടെ ബാക്കിയുള്ള അവയവങ്ങൾ മരണപ്പെടാതെ കേടാവാതെ നമുക്ക് നേരെയാക്കി എടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ ഈ CPR അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന പ്രാഥമിക സാധനം നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്ന് ഞാൻ ഗവൺമെൻറ്റിനോടും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ പങ്കെടുത്തുള്ള പല ഫോറത്തിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഇപ്പോൾ എനിക്ക് CPR അറിയാവുന്നത് കൊണ്ട് എനിക്ക് വേറൊരാളെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഹൃദയസ്തംഭനം പറ്റിയാൽ എൻ്റെ ഭാര്യയ്ക്ക് CPR അറിഞ്ഞിരിക്കണം, എൻ്റെ മകൻ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഒരാൾ നിങ്ങൾ BLSൻ്റെ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ പറയും, നിങ്ങൾ ദയവ് ഇത് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൂടെ ഇത് പഠിപ്പിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അവർക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. സോ ലൈക്ക് ഇപ്പോൾ വൺസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു വീട്ടിലാണ് സംഭവിക്കുന്നത്, ഹോസ്പിറ്റലിൽ ആ ഒരു പേഷ്യൻറ്റിന് നമുക്കിപ്പോൾ CPR എല്ലാം കൊടുത്ത് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു മിനിമം ലൈഫ് ബാക്കി നിൽക്കുന്നു എന്നുള്ള രീതിയിലെങ്കിലും എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത എന്താണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പ്രൊസീജിയർ ചെയ്യാറ്? ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അത് പറഞ്ഞു വന്നാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് പ്രസക്തിയുള്ളൂ. ഇപ്പം ഈ കോടാനുകോടി പിന്നെ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡ് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്തൊരു ഫീൽഡാണ് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന സാധനം. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അതൊരു ശൈശവദശയിലാണെങ്കിൽ പോലും ഓക്കെ, എമർജൻസി മെഡിസിൻ്റെ ഗുണം ഇന്ന് ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് BLSഉം ACLSഉം, അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ടും. നമ്മളിവിടെ ഓട്ടോറിക്ഷക്കാർക്കും ആൾക്കാർക്കും സാധാരണ ആൾക്കാർക്കും KSEBയിലെ ആൾക്കാർക്കും കേരള പോലീസ് ഫോഴ്സിനും ഒക്കെ നമ്മൾ BLS ക്ലാസ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവരുമായിട്ട് ഇടപെടുന്ന അത്രയും പേർക്ക് കിട്ടും. മനസ്സിലായില്ലേ? കോളേജുകളിൽ ചെന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ പിള്ളേർ അത്രയും പേർക്ക് അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിനും അവരുടെ വീടുകളിലും അതിൻ്റെ ഗുണം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, വെളിയിൽ വെച്ചൊരു കാർഡിയക് അറസ്റ്റ് സംഭവിച്ചു, അവരെ BLS അല്ലെങ്കിൽ CPR ചെയ്തുകൊണ്ട് വരികയാണ് എങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ ചെയ്യുന്ന BLSന് പറയുന്ന പേര് അല്ലെങ്കിൽ CPRന് പറയുന്ന പേര്
അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ടാണ്. ഇപ്പം വീടുകളിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ മരുന്നില്ല, ഇഞ്ചക്ഷൻസ് ഇല്ല, ഷോക്ക് കൊടുക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഇല്ല, ഒന്നുമില്ലല്ലോ. നമ്മുടെ അറിവ് മാത്രമല്ലേ ഉള്ളൂ. കാർഡിയക് പൾമണറി റെസ്പിറേറ്ററിൻ്റെ അറിവ് മാത്രം, ആ അറിവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ അറിവ് കൊടുത്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഹോസ്പിറ്റലിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഷോക്ക് കൊടുക്കാനുള്ള മരുന്നുണ്ട്, മരുന്ന് കൊടുക്കാൻ അഡ്രിനാലിനുണ്ട്, ഇൻറ്റുബേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്, വെൻറ്റിലേറ്റർ ഫെസിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. എന്താണ് അതിൻ്റെ കാരണം, ഈ കാർഡിയക് അറസ്റ്റിൻ്റെ കാരണം എന്താണ്, അത് മനസ്സിലാക്കിയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവിടെ. ആ അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ടിൻ്റെ റിസൾട്ട് എത്രത്തോളം എഫക്റ്റീവ് ആവണോ എങ്ങനെയെങ്കിൽ നമ്മൾ തുടക്കത്തിലെ BLS ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ മാത്രമേ ACLS കൊടുത്ത് അഡ്വാൻസ് കാർഡിയക് ലൈഫ് കൊടുത്താലും പേഷ്യൻ്റ് തിരിച്ചു വരാനുള്ള സാധ്യത ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഒരു പേഷ്യൻ്റ്, അതിന് ഹോസ്പിറ്റൽ ചെയ്യുന്നതിന് പേരാണ് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഇവിടെ വ്യത്യാസം എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ, ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിനെക്കാട്ടി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, എന്താണ് ഒരാൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു പെട്ടെന്ന് ഹൃദയസ്തംഭനത്തിൽ പോകാനുള്ള കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ടെൻഷൻ ന്യൂമോതൊറാക്സ്, ലങ്സിന് വെള്ളി തൊറാക്സിൽ എയർ കെട്ടിയതാണോ, ഇനി ഹൃദയാഘാതമാണോ, ഇനി പൊട്ടാസ്യം കൂടിയതാണോ, ഓക്സിജൻ കുറഞ്ഞു പോയതാണോ, ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അംശം കുറഞ്ഞാണ്, ഈ എന്താണെന്ന് കാരണം കണ്ടെത്തി ചികിത്സിക്കുക. അതാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, അല്ലെങ്കിൽ ACLS എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു കാർഡിയാക് അറസ്റ്റ് എന്നൊരു ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡോക്ടർ ഷെയർ ചെയ്തു. ടു വൈൻഡ് അപ്പ് ഒരു മെസ്സേജ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഒരു CPR എല്ലാവരും പഠിക്കണമെന്നൊരു ഇത് ഒരു വളരെ ആവശ്യമായൊരു കോൺസെപ്റ്റാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ കാർഡിയാക് അറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ 2 വാക്കുകൾ, എങ്ങനെയാണ് ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. ഉദാഹരണത്തിന് എന്താണ് കാർഡിയാക് അറസ്റ്റ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞു, എന്താണ് അതിൻ്റെ ലക്ഷണം? അതിന് ഒരേ ഒരു ലക്ഷണമേ ഉള്ളൂ, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ ആ കുഴഞ്ഞു വീഴുന്ന എല്ലാവരും കാർഡിയാക് അറസ്റ്റ് ആവണമെന്നില്ല. ശരി, ഇത് കാർഡിയാക് അറസ്റ്റാണ് എന്ന് പറഞ്ഞ് CPR ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാൾ കുഴഞ്ഞു വീണു എങ്കിൽ അത് ഹൃദയസ്തംഭനം ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തെ വിളിച്ചു നോക്കുക. സാധാരണ രീതിയിലുള്ള മെൻഷനാണ്, മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധമില്ലാത്തൊരു മെൻഷനാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് സെൻട്രൽ പൾസ് ഒന്ന് നോക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ആളാണെങ്കിൽ വിളിച്ചു നോക്കുക, റെസ്പോൺസ് ഇല്ല. ശ്വസനമുണ്ടോ എന്ന് നോക്കുക, ശ്വസനമില്ല എങ്കിൽ ഉറപ്പിക്കുക CPR കാർഡിയാക് അറസ്റ്റ് ആയിരിക്കുന്നു. എങ്കിൽ ഒട്ടും സമയം കളയാതെ CPR സ്റ്റാർട്ട് ചെയ്യുക. 2 വാക്കുകൾ ഞാൻ BLSനെ കുറിച്ച് പറയാം. ഓക്കെ. ഇങ്ങനെ ഈ ഒരു അവസ്ഥ നമ്മുടെ വീടുകളിലാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അദ്ദേഹത്തെ മലർത്തി കിടത്തുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ പുറത്ത് 2 കൈകളും കോർത്ത് വെച്ച് നെഞ്ചിൻ്റെ മധ്യത്ത്, നെഞ്ചിൻ കൂടിൻ്റെ സ്റ്റേർണത്തിൻ്റെ പുറത്ത് മാക്സിമം പ്രഷർ കൊടുത്ത് 30 കംപ്രഷൻസ് കൊടുക്കുക. ഓരോ കംപ്രഷൻ കൊടുക്കുമ്പോഴും അത്രയും തന്നെ തിരിച്ചു വരികയും ചെയ്യുക. കോയിലിംഗ്, റീകോയിലിംഗ് എന്ന് പറയും. അങ്ങനെ ഫാസ്റ്റായിട്ട് ഏകദേശം 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്ന വേഗത്തിൽ, എന്ന് വെച്ചാൽ അതിവേഗത്തിൽ തന്നെ വേണം കംപ്രഷൻ കൊടുക്കുക. 30 കംപ്രഷൻസ് കൊടുക്കുക. വാ തുറന്ന് വായിലൂടെ മൂക്കടച്ച് പിടിച്ചുകൊണ്ട് 2 ബ്രത്ത് കൊടുക്കുക. ഓക്കെ. 30 കംപ്രഷൻ കൊടുത്തു, 2 ബ്രത്ത് കൊടുത്തു അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പം വരെ? അദ്ദേഹത്തിന് ജീവൻ്റെ തുടിപ്പ് കാണുന്നത് വരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ആംബുലൻസ് എത്തുന്നത് വരെ. ആംബുലൻസ് എത്തിയാൽ ബാക്കി പാരാമെഡിക്സ് അതിനകത്തുള്ളവരോട് ചെയ്തോളും. ഇതാണ് 30 കംപ്രഷൻ 2 വെൻറ്റിലേഷൻ, 30 കംപ്രഷൻ 2 വെൻറ്റിലേഷൻ. വെൻറ്റിലേഷൻ ഞാൻ മൗത്ത് ടു മൗത്ത് ബ്രീത്ത്. ഇതാണ് BLSൻ്റെ ബേസിക് സ്റ്റെപ്പ്. ഇത് നമ്മളെല്ലാവരും, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം, വലിയവർ അറിഞ്ഞിരിക്കണം, വീട്ടമ്മമാർ അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? ഈ BLS, ഈ 30:2 കംപ്രഷൻ ഇസ്റ്റ് വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഏത് ഹൃദയസ്തംഭനത്തിലും. അത് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്നാവട്ടെ, ഹൃദയാഘാതം മൂലമുള്ളതാവട്ടെ, വിഷമടിച്ചിട്ടുള്ളതാവട്ടെ, ഹൃദയസ്തംഭനം വന്നോ 30:2 കംപ്രഷൻസ് കൊടുക്കുക. ഇറ്റ് ഈസ് സോ സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഇൻ ദ ഹോസ്പിറ്റൽ അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. എന്താണ് ഈ മരണത്തിന് കാരണം, എന്താണ് ഹൃദയസ്തംഭനത്തിന് കാരണം, അത് കണ്ടെത്തി അവർ ചികിത്സിക്കും. ഇറ്റ്സ് എ ടൈം ബൗണ്ട് ഫിനോമിന. ടൈം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചലഞ്ച്. ഡോക്ടേഴ്സ് മാക്സിമം എഫേർട്ട് ഇടുന്ന ടൈമാണത്. ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ടുള്ളത്. ദീസ് കാർഡിയാക് അറസ്റ്റ് ക്യാൻ ഹാപ്പൻ ഈവൻ ഇൻ ദ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ സംഭവിക്കാം, ERE സംഭവിക്കാം, ക്രിട്ടിക്കൽ കെയർ സംഭവിക്കാം, വാർഡുകളിൽ സംഭവിക്കാം, എവിടെ സംഭവിക്കാം. ഓക്കെ. അതിനെക്കുറിച്ച് ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ എപ്പോഴും അവബോധരാണ് ഇന്നത്തെ കാലത്ത്.
അതാണ് അഡ്വാൻസ് കാർഡിയക് ലൈഫ് സപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. യെസ്, അപ്പം ഇനിയും എത്രയും പെട്ടെന്ന് എല്ലാ വീടുകളിലും ഈ ഒരു ബേസിക് ലൈഫ് സേവിങ് മെത്തേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം. വിദേശ രാജ്യങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ട്. നമ്മൾ ടൂറിസ്റ്റുകൾ ഒരു പറയാൻ പാടില്ലാത്ത ആണെങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കോവളത്തൊരു 2 ടൂറിസ്റ്റുകൾ, ഒരു ടൂറിസ്റ്റിന് പെട്ടെന്ന് കുഴഞ്ഞു വീണപ്പോൾ വേറെ ആരും ഒന്നും ചെയ്തില്ല. ഈവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് പോലും അന്താളിച്ച് നിൽക്കുകയാണ്. അത് കൂടെ ഉണ്ടായിരുന്ന ആൾ ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ CPR. സോ എന്തുമാത്രം ഇന്നങ്ങനല്ല, ഇന്നതെല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ അവബോധരാണ്, നമ്മൾ ഓരോരുത്തരും അവബോധരാവണം. ഒരാൾ കുഴഞ്ഞു വീണ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദയസ്തംഭനം തിരിച്ചറിയണം, എത്രയും പെട്ടെന്ന് CPR കൊടുക്കണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം. And it was a words of wisdom. Thank you so much. Thanks a lot.